മൂന്നാം ദിനത്തിൻ്റെ ആനന്ദമാണ് ഈസ്റ്റർ. ബൈബിള് മനുഷ്യരാശിക്ക് കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രത്യാശയുള്ള വാക്കാണ് തേർഡ് ഡേ. ഹോസേയ 6:2 നമ്മൾ ആദ്യം വായിക്കുന്നത്. അവിടെ നമ്മളെ മരിക്കാൻ വിട്ടുകൊടുത്താലും 3-ാം നാൾ ലഭിക്കും. 3 ദിവസം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്നൊരു കാലമാണ്. ബോഡി ഗെറ്റ്സ് ഡിസിൻറ്റഗ്രേറ്റഡ്. ആ പൊടിഞ്ഞു പോകുന്നിടത്ത് നിന്ന് ഒന്നും ആഗ്രഹിക്കാനില്ലാത്തിടത്തു നിന്ന് എന്തോ ചില കാര്യങ്ങൾ അവിടുന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ് തേർഡ് ഡേയുടെ അർത്ഥം. ശനിയാഴ്ച, വലിയ ശനിയാഴ്ച കവിതയിലൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള, ഏറ്റവും ഭീതമായ ഒരു ദിവസമായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. കാരണം യേശുവില്ല. യേശുവില്ലാത്ത ലോകത്തിന് എന്ത് സംഭവിക്കാം? യേശുവില്ലാത്ത ലോകത്തിൽ പാർക്കുന്നവർക്ക് എന്ത് ചെയ്യാം? അങ്ങനെ തീരെ പ്രതീക്ഷയില്ലാത്ത, എല്ലാം തീർന്നു വരുന്ന ഒരിടത്തു നിന്നാണ് ഈസ്റ്ററിന്റെ ഹല്ലേലൂയ ഗീതങ്ങൾ മുഴങ്ങുക. എല്ലാത്തിനും ഒരു 3-ാം ദിവസം ഉണ്ടാകും. കുട്ടിയെ കളഞ്ഞു പോയിട്ട് തിരിച്ചു കിട്ടുന്ന 3-ാം പക്കമാണ്. നമ്മുടെ കളഞ്ഞു പോയ ബന്ധങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ സൂചന. ഒന്നും എന്നേക്കുമായിട്ട് നഷ്ടമാകുന്നില്ല. മടങ്ങി വരാനായിട്ടും തിരിച്ചു പോകാനായിട്ടും നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തോട് സത്യസന്ധത ഉണ്ടെങ്കിൽ, കളഞ്ഞു പോയ എല്ലാ ബന്ധങ്ങളെയും തിരിച്ചു പിടിക്കാൻ പറ്റും. രണ്ടാമതായിട്ട്, ഈ വെള്ളം വീഞ്ഞാകുന്ന അവിടുത്തെ അടയാളമുണ്ടല്ലോ, പരിസ്ഥിതിത്തിൽ ആദ്യത്തെ അടയാളമുണ്ടല്ലോ, അതും തുടങ്ങുന്ന ഇങ്ങനെ തന്നെയാണ്. 3-ാം ദിനം കാനായിൽ കല്യാണം നടക്കും. പുതിയ നിയമത്തിനകത്തും പഴയ നിയമത്തിനകത്തും ഒക്കെ ഈ വീഞ്ഞെന്ന് പറയുന്നത് ഈ അനോയിന്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്, ലഹരിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മുടെ സാധാരണ അനുഭവങ്ങളെ ആത്മാവ് സന്നിവേശിപ്പിച്ചും സ്നേഹം സന്നിവേശിപ്പിച്ചും ലഹരി ഉള്ളതാക്കാൻ പറ്റുമെന്നുള്ളതാണ് രണ്ടാമത്തെ 3-ാം പക്കം. 3-ാം പക്കം ഒരു പള്ളിമുറ്റത്താണ്. യേശു പറഞ്ഞു, ഈ പള്ളി തകർക്കുക, ഞാൻ 3-ാം നാൾ പുനർനിർമ്മിക്കാം. അവന്റെ കേൾവിക്കാർ പറഞ്ഞ് 46 സംവത്സരം കൊണ്ട് കെട്ടിയ പള്ളിയാണിത്. ഇതെങ്ങനെയാണ് തകർത്തിട്ട് പുനർനിർമ്മിക്കാൻ പോകുന്നത്? യോഹന്നാൻ കുഞ്ഞു വരി കൂടെ ചേർക്കുന്നു, തന്റെ ശരീരമാകുന്ന ആലയത്തെക്കുറിച്ചാണ് അവരത് പറയുന്നത്. അവർക്ക് മനസ്സിലായില്ല. ശരീരം ക്ഷേത്രമാണെന്ന് തിരിച്ചറിയുന്ന 3-ാം പക്കം, ശരീരവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി ശ്രദ്ധയും അതിനാവശ്യമായ വിശ്രമവും അതിന് നന്മയ്ക്ക് വേണ്ടി, ഇന്റഗ്രിറ്റിക്ക് വേണ്ടി ഒഴിവാക്കേണ്ട ചില ഭക്ഷണശീലങ്ങളും ഒക്കെ വാസ്തവത്തിൽ ഈ തേർഡ് ഡേയുടെ 3-ാമത്തെ തേർഡ് ഡേക്കകത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. തേർഡ് ഡേ ശരീരം ക്ഷേത്രമാണ് തിരിച്ചറിയുന്ന 3-ാം ദിവസം. 4-മതായിട്ട് യോനായുടെ 3-ാം പക്കമാണ്. ഒരു ചെറുപ്പക്കാരന് തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ നിയോഗം കിട്ടുന്നുള്ളതാണ് യോനായുടെ 3-ാം പക്കം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന അന്വേഷണമാണ് 4-ാമത്തെ 3-ാം പക്കം. 5 ഈസ്റ്റർ എന്ന് പറയുന്ന 3-ാം പക്കം. പുലരിയില് കല്ലറയിലേക്ക് പോകുന്ന സ്ത്രീകളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരുന്നു: ആ മൂടിക്കല്ല് നമുക്ക് വേണ്ടി ആര് മാറ്റും? ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇടയിൽ എപ്പോഴും ഒരു മൂടിക്കല്ലുണ്ട്. അതിനപ്പുറത്ത് എന്താണെന്ന് ഒരു പിടുത്തവുമില്ല. യേശുവില് ആ കല്ല് താനെ മാറുകയാണ്. അകത്തേക്ക് നോക്കുമ്പോൾ ശൂന്യതയാണ്, ഒരു തിരിശേഷി പോലുമില്ല. ശൂന്യ എന്ന വാക്കിന് ഇത്രയും പൂർണ്ണതയുണ്ടെന്ന് നമുക്ക് അന്നാണ് പിടുത്തം കിട്ടിയത്. മാലാഖമാര് ഇത് മാത്രമാണ് പറയാൻ ശ്രമിക്കുന്നത്: നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നവനെ മരിച്ചവരുടെ തപ്പുക? അവനെ ജീവനുള്ളവരുടെ മധ്യേ സജീവമായിരിക്കുന്നുള്ള ആ മന്ത്രത്തിന്റെ പേര്, ആ കൊച്ചുവർത്താനത്തിന്റെ പേരാണ് ഈസ്റ്റർ. എവിടെയും പറയുക, അവൻ എന്തിനാണ് മരിച്ചവരുടെ നമ്മൾ അന്വേഷിക്കുന്നത്? അവൻ നമുക്കിടയിൽ സജീവമായി നിലനിൽക്കുന്നു. ആമേൻ.